നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേനാവിൽ രാപ്പാടി പാടി. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേനാവിൽ രാപ്പാടി പാടി. നിലാവിന്റെ പൂങ്കാവിൽ. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ആരാണത്? ഹലോ, ഓടിവാ കണ്ണ, ചാടിവാ മുന്നേ. ജോർ സാറ് പഴയ ജോർ സാറ് തന്നെയാടാ. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? നിന്റെ മുമ്പിൽ ജോർ സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ നീ ജോർ സാറിനെ ഇനി കുറെ അറിയാറുണ്ടനിയാ. ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ജോർ സാറാടാ. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു. തൊഴുകൈ കൂപ്പിയുണരും. നീയൻ കരളിനുള്ളിൽ സ്വർഗം തീർക്കുമോ? രാവിൽ ഹൃദയമഞ്ചം പുഷ്പം ചാത്തുമോ? തേരോടും മോഹങ്ങൾ, തേൻ തേടും ഭൃംഗങ്ങൾ, ഒന്നേരാഗം ഭാവം താളം, ഒന്നായി നമ്മൾ മാറും കാലം. എന്നിൽ നീ വന്നു, എന്നെ ഞാൻ തന്നു. എന്നിൽ നീ വന്നു, എന്നെ ഞാൻ തന്നു. മതപരലകരിയിൽ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുന്നേ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു. തൊഴുകൈ കൂപ്പിയുണരും. യെസ്, come in. വരൂ, ഇരിക്കും പ്ലീസ്. ശരി. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. ഹേ,
അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ. ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, ഐ എം ബിസി, യു മേ ഗോ പ്ലീസ്. കാണാം കാണാം. കാണാം. ഓ ഏയ് മിസ് ഇന്ദു മേനോൻ. ആരാ ഇന്ദു മേനോൻ? ഇന്ദുമേനോ? ഞാൻ എഴുതിയതായിരിക്കും. അതിന് നിന്റെ പേര് ഇന്ദുമേനോനാണ്. വഴിയാണോ ഒരു പെണ്ണ് ഇവിടെ എഴുത്തെഴുതി വെക്കൂ. അറിയാം, നമുക്കിത് കണ്ടുപിടിക്കാം. നിനക്ക് ഇത് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോടാ പുല്ലേ. പക്ഷെ എനിക്കറിയണം ആരാ ഇത് എഴുതിയെന്ന്. അത് പിന്നെ ഇന്ദു മറി. ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ലെറ്റർ. അതെനിക്കറിയാം. ഇത് ആരെഴുതി, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം. ആരാണ് ഇന്ദു മേനോൻ? ഓ, ഇന്ദു മേനോൻ. ആ. ആ, ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോനില്ലേ, മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു. മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ. ആ, മകന്റെ ഭാര്യ മേനോത്തി ആണോല്ലോ ഇന്ദു മേനോൻ. ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും ഇതെങ്ങനെ എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. You should think seriously about that because it's your life. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാ മതി, എല്ലാം പോവും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ, നിന്ന് പ്രേമിച്ചോ? കാല് കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ. ഞാൻ പോണു. ഞാൻ പ്രേമിച്ചോട്ടെ? ഓ, പ്രേമിക്കും. ഞാൻ ശരിക്കും പ്രേമിക്കും. പിന്നെന്ത്? പ്രേമിച്ചു കഴിഞ്ഞു. തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു. നിങ്ങൾക്കാരാ? അല്ല, പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിൽ ഇങ്ങനെ ഡാൻസ്. അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴാ 10-35 വേറെ. എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. ദീപം ദീപം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തിൽ വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്. ദൈവം ശിക്ഷിക്കും. തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടണം. തിരുവൈക്കം വാഴും ശിവശംഭോ. കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, ശല്യം ഉണ്ടാക്കരുത്. ഓ, ഞാനിപ്പോ പാടുന്ന സമയമാണ്. 7 to 7:30. ലോകത്തെവിടെയായാലും ഞാൻ പാടും. നിങ്ങൾ അത്രയ്ക്ക് അസൗകര്യമാണെങ്കിൽ ഈ വീട് അങ്ങോട്ട് ഒഴിഞ്ഞോളൂ. എന്റെ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ
എനിക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ പാടും. കണ്ണിനു പൊൻകണി കാതിനു തേൻകനി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി നിന്റെ നടത്തം ഈ പടപടത്തം പിന്നെ തിടുക്കത്തിലൊടുക്കത്തെ നാവേറും. ഈ വേഷങ്ങളെല്ലാം മോശം നിന്റെ ആശയ്ക്കും വാശിക്കും നാശം. കണ്ണിന് പൊൻകണി കാതിന് തേൻകനി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിന് പൊൻകണി പൊൻകണി പോയ കാര്യം നടക്കോടാ. പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായുസം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിയിട്ട് വരൂ. ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും എന്റെ തലയൊന്ന് സങ്കടപ്പെടാണ്ടിരിക്കുന്നു. കർത്താവേ, കിട്ടിക്കാണോ? കിട്ടിയ 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 തേരോട്ടം തേരോട്ടം തേരോട്ടം. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are serious from India. What? പേടിപ്പിക്കല്ലേ. വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. సగమగ 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 సా సనిప నిపమ సనిప నిపమ సనిగ సమగ పమ నిప సనిగ నిస పనసని సగ సగమగ మప మపని పనసని సగ సా సగమప నిపమప సగమప നിപമപ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്റെ തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽ വിളി അനനെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യാ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനസനി സഗ സഗമഗമപ മപനി പനസനി സഗ സ ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്റെ തടത്തിൽ സഗമപ പ്രേമഹർഷമായി.
ഏതോ ഹരിത നികുഞ്ചത്തിൽ പല്ലവിയായതു നീയല്ലോ, ആരാമത്തിൻ കുസൃതി പൂങ്കാറ്റും മണവും നീയല്ലോ, അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയൂ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ, ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ, എനിക്ക് അഭിനന്ദനം അറിയിക്കാനാ. താൻ ആരുവാ? ഞാൻ ആരാന്നോ? താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആരാ? ഞാനോ? ഞാൻ നിന്റെ തൊണ്ട. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു എന്തൊരു ആശ്വാസം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. പടോ പതിഞ്ഞിരിക്കണല്ലേ. ഓട് ഓട്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്. കരഞ്ഞാ കോയിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോയിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്ന് ഉറങ്ങു വേണ്ടേ? പ്ലീസ്. ഞാൻ കണ്ടു. എന്ത്? അവളെ. ആരെ? അപ്സരസിനെ. അപ്സരസിനെയോ? അപ്സരസിനെയോ? എന്റെ ശകുന്തളെ. എവിടെ? ദോ അവിടെ.
നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയോ നീ സ്വപ്ന കന്യയോ. മുന്നിൽ ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയോ നീ ഡെസ്റ്റിമോനയോ. രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏതൻ തോട്ടം പുത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടി ഇങ്ങു വന്നതാണ് ഞാൻ. ശബപ്പരപ്പരിപ്പ നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയും നീ സ്വപ്ന കന്യയോ. ഇന്നു നീ എന്റെ ഈ വില്ലുവെച്ച വണ്ടിയേറണം, ലണ്ടനിൽ ചുറ്റണം, പട്ടുതട്ടമിട്ടുലാകണം. നീ തിരിഞ്ഞു നിൽക്കേ നെഞ്ചുലഞ്ഞു പോയി, ഒന്നു പുൽകുവാൻ കൈതരിച്ചു പോയി. നിന്നിലം കൈകളിൽ കട്ടി നീ ആടുമോ റാണി. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. പഴമക്കാരിതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു.